ഇന്നത്തെ ചിന്തകൾക്ക് ആധാരമായി സങ്കീർത്തന പുസ്തകം അതിലെ 51 സങ്കീർത്തനം സാം 51 അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കേന്ദ്രീകരിക്കാം. സങ്കീർത്തനം 51 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. Psalms 51 verse 10 to 12. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. Create in me a clean heart, O God, and renew right spirit within me. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണിത്. ഈ 10, 11, 12 വാക്യത്തിൽ നമ്മൾ കാണുന്നത് സങ്കീർത്തനക്കാരന്റെ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെക്കാൾ ഉപരി ഇതൊരു നിലവിളിയാണ്, ഇതൊരു കരച്ചിലാണ്. എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ക്രൈ ഫോർ റിന്യൂവൽ. പുതുക്കണമേ, ഒരു റിന്യൂവലിനു വേണ്ടിയുള്ള ഒരു കരച്ചിലാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. എന്നെ ഒന്നും കൂടെ പുതുക്കണമേ എന്നുള്ള ഒരു കരച്ചിൽ. നമ്മൾ ഇന്ന് ആ 3 വാക്യങ്ങളാണ് ഒന്ന് ധ്യാനിക്കാൻ, പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഈ പ്രാർത്ഥനയിലേക്ക് തന്നെ നയിച്ച സാഹചര്യം നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു സങ്കീർത്തനത്തിൽ ഈ ഒരു ഭാഗം പറയാൻ, ഇങ്ങനെ ഒരു പ്രാർത്ഥന രചിക്കാനുണ്ടായ പശ്ചാത്തലം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചെങ്കിലേ ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളുടെയും അർത്ഥം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ പശ്ചാത്തലം നമ്മൾ കാണുന്നത്, ഇതിനൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഈ സങ്കീർത്തനത്തിന്റെ തന്നെ തലക്കെട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അത് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാം. A Psalm of David when the prophet Nathan came to him after he had gone into Bathsheba. സങ്കീർത്തനത്തിന്റെ ടൈറ്റിൽ ആയിട്ട് അവിടെ എഴുതിയേക്ക് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഈ 51 സങ്കീർത്തനത്തിൽ പറയുന്ന ഈ പ്രാർത്ഥന മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ദാവീദിന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് വായിക്കുന്നത്. 2 ശമൂവേലിന്റെ പുസ്തകം 11, 12 അധ്യായങ്ങളിലാണ്. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു വീഴ്ച, ഒരു പാപമാണ് ആ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ഒരു പക്ഷെങ്കിൽ ആ ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. ആ സംഭവങ്ങൾ നമുക്കറിയാം. ഞാനത് വായിക്കാൻ സമയമെടുക്കുന്നില്ല, എങ്കിലും വേഗത്തിൽ ഞാനൊന്ന് പറയാം. അവിടെ സംഭവിച്ചത് എന്താണ്? ദാവീദിന്റെ ജീവിതത്തിൽ വലിയ പരാജയം. ദാവീദ് വ്യഭിചാരത്തിൽ വീഴുകയാണ്. ബത്ശേബ എന്ന് പറയുന്ന, ഊരിയ എന്ന് പറയുന്ന സോൾജിയറിന്റെ ഭാര്യയുമായിട്ട് വ്യഭിചാരത്തിൽ, അഡൾട്ടറിയിൽ പിടിക്കപ്പെടുന്നു. അതിനുശേഷം അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ഊരിയാവ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ കൊല ചെയ്യുന്നു. കൊല ചെയ്യാൻ വേണ്ടിയൊക്കെ താൻ പല തന്ത്രങ്ങൾ മെനഞ്ഞ് തന്റെ ഉള്ളവരോട് കൂടി ആലോചിച്ച് ഈ മനുഷ്യനെ കൊല ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ആ അധ്യായങ്ങൾ വായിച്ചാൽ ആ ഒരൊറ്റ സംഭവത്തിൽ കുറഞ്ഞത് ദാവീദ് 5 കൽപ്പനകളുടെ ലംഘനമെങ്കിലും നടത്തി കാണും. 10 കൽപ്പനകളിൽ 5 കൽപ്പനയുടെ ലംഘനമെങ്കിലും കുറഞ്ഞത് അവിടെ നടന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പനയുണ്ട്, അത് ലംഘിച്ചു. കുല ചെയ്യരുതെന്ന് കൽപ്പനയുണ്ട്, അതും ലംഘിച്ചു. അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് കൽപ്പനയുണ്ട്, അതും ലംഘിച്ചു. മോഷ്ടിക്കരുതെന്ന് കൽപ്പനയുണ്ട്, അതും ലംഘിച്ചു. കള്ളസാക്ഷ്യം പറയരുതെന്ന് കൽപ്പനയുണ്ട്, അതും ലംഘിച്ചു. ഈ മനുഷ്യൻ, ഈ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി 5ഓളം കൽപ്പനകളെ ലംഘിച്ചു. ആ 11 അധ്യായം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ദാവീദ് ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ ഈ സംഭവങ്ങളെയെല്ലാം കവറപ്പ് ചെയ്ത് താൻ ചെയ്ത പാപത്തെ എല്ലാം നല്ലവണ്ണം മറച്ച് ഒന്നും കുഴപ്പമില്ലാത്തതുപോലെ നിൽക്കുക. ഇത് പറയുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ. ദാവീദിനെ പറ്റി പറഞ്ഞ എന്താണ്? ഹീസ് എ ഗ്രേറ്റ് കിങ്, വലിയൊരു രാജാവാണ്. അതിലുപരി ഒരു അനേക ഗാനങ്ങളും അനേക സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയ ഒരു മനുഷ്യനാണ്. ദാവീദിനെ പറ്റി നമ്മൾ വേറെ ഭാഗത്ത് വായിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്.
സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു പാപത്തിലേക്ക് താൻ വീണു എന്നുള്ളത് നമ്മളെ സ്കെയർ ചെയ്യണം. നമ്മളോട് പറയുന്ന സത്യം എന്താണ്? എനിവൺ ക്യാൻ ഫോൾ ഇൻ ടു സിൻ. ആരും പാപത്തിൽ വീഴാം. ആരും ഇമ്മ്യൂൺ അല്ല. സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ നോ വൺ ഗെറ്റ്സ് ആൻ ഇമ്മ്യൂണിറ്റി ടു സിൻ. ആരും പാപത്തിൽ വീഴാതെ നിൽക്കാൻ ഒരു പ്രത്യേക സംഭവം ഒന്നും ലഭിക്കുന്നില്ല. ടെംപ്റ്റേഷൻ ഈസ് റിയൽ. എനിവൺ ക്യാൻ ഫോൾ. അപ്പൊ തന്നെ ഒരു കാര്യമുണ്ട്. നമ്മളിൽ ആരെങ്കിലും ചിന്തിക്കുക, നോ നോ നോ, ഇതൊന്നും നമുക്ക് സംഭവിക്കത്തില്ല, നമുക്കൊരു പാപവും നമുക്ക് അങ്ങനൊന്നും പറ്റത്തില്ലെന്ന് ചിന്തിച്ചാൽ വി ആർ ഇൻ എ വെരി ഡേഞ്ചറസ് പൊസിഷൻ. സെൽഫ് കോൺഫിഡൻസ്, പാപം തൊടത്തില്ലെന്നൊക്കെ ചിന്തിക്കുന്നതാണ് പാപത്തിലേക്കുള്ള ഒന്നാമത്തെ പടി. പ്രത്യേകിച്ച് നമ്മൾ ആ ദാവീദിന്റെ ചരിത്രങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ആ പാപത്തിന്റെ ആ സ്വഭാവം ശ്രദ്ധിക്കണം. ദ നേച്ചർ ഓഫ് സിൻ ഈസ്, ഞാൻ സാധാരണ യൗവനക്കാരുടെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ദിസ് ഈസ് എ സ്മോൾ ബിഗിനിങ്. ആ ചരിത്രം അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് നോക്കി, ഒന്ന് നടന്നപ്പോൾ ഒന്ന് നോക്കി, ആ ഒരൊറ്റ നോട്ടത്തിൽ തുടങ്ങിയത് ചെന്ന് അവസാനിക്കുന്നത് പാപത്തിന്റെ അടിത്തട്ടിലാണ്. ദാറ്റ് ഈസ് ഹൗ സിൻ ഈസ്. ഇറ്റ് സ്റ്റാർട്ട്സ് വെരി സ്മോൾ ബിഗിനിങ്. നമ്മളതൊന്നും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന ചെറിയ കാര്യത്തിൽ ആരംഭിക്കുന്നത് വലിയ വീഴ്ചയിലേക്ക് ചെന്ന് പതിക്കുന്നതാണ് ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കാണും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഭവം നടന്നതിന് ശേഷം കുറഞ്ഞത് 1 വർഷമെങ്കിലും, ഏകദേശം 1 വർഷത്തോളം ഹി ലീവ്ഡ് നോർമലി. ഹി കണ്ടിന്യൂഡ് ആസ് ദ കിങ്. രാജാവായിട്ട് തുടർന്നു. ആരാധനയും കാണും, വർഷിപ്പും പാട്ടും ഒക്കെ നോർമലായിട്ട് നടക്കുന്ന, എവറിത്തിങ് ലുക്ക് നോർമൽ. 1 വർഷത്തോളം എല്ലാം നോർമലായിട്ട് നിൽക്കുക. പക്ഷെ ഈ പാപത്തെ താൻ ഹൈഡ് ചെയ്ത് വെക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ ഈ പാപം തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. The hidden sin is destroying his inner man. തന്റെ അകത്തെ മനുഷ്യനെ ഇത് കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം. പുറമെ ഇപ്പം പ്രസംഗിക്കാൻ പാടാം, എല്ലാ കാര്യവും ചെയ്യാം, സ്പിരിച്വലി സൂപ്പറായിട്ട് നമുക്ക് നിൽക്കുമ്പോഴും we can continue in sin. That is a danger this psalm is teaching us. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ആ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ആക്ച്വലി ഗോഡ്സ് മേഴ്സി. ദാവീദ് ഈ കപടതയിൽ, ഈ ഹിപ്പോക്രസിയിൽ തുടരാൻ ദൈവം അനുവദിച്ചില്ല. അത് ദൈവത്തിന്റെ ഒരു കരുണയാ. ദൈവം എന്തോ ചെയ്യുന്ന അറിയാമോ? 12-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ദാവീദിന്റെ അടുക്കലേക്ക് ദൈവം ഒരു പ്രവാചകനെ അയച്ചു. നാഥാൻ പ്രവാചകൻ, അന്നത്തെ പ്രവാചകനാണ്. അന്നത്തെ പ്രവാചകൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായി ദാവീദ് രാജാവിന്റെ അടുത്ത് ചെല്ലുക. ദാവീദിന്റെ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി അങ്ങോട്ട് പറയാം, ഒരു കഥ പറയാം. ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ട്. ഒരാള് ധനവാൻ, ഒരാള് ദരിദ്രൻ. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ധനവാന് ഒത്തിരി ആടുമാടുകളെല്ലാം ഉണ്ട്, പക്ഷെ ദരിദ്രന്റെ വീട്ടിൽ ആകെ ഒരു ആട് മാത്രമേ ഉള്ളൂ, ആകെ ഒന്നേ ഉള്ളൂ, ഒരു പെൺകുഞ്ഞാട് മാത്രം. ആ കുഞ്ഞാടിനെ വളരെ സ്നേഹിച്ച് ഈ ദരിദ്ര കുടുംബം നടത്തി വളർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ധനവാന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ് വന്നപ്പോൾ ഗസ്റ്റിന് ഫുഡ് കൊടുക്കാൻ ഈ ധനവാനായ വ്യക്തി ചെയ്തത് ദരിദ്രന്റെ വീട്ടിലെ ഈ ആടിനെ പിടിച്ച് കൊന്ന് കൊടുത്തു. ഇത് കേട്ടപ്പോൾ തന്നെ, ഈ കഥ ഇങ്ങനെ നാഥാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ ദാവീദ് അങ്ങ് കോപത്താൽ നിറഞ്ഞു, കോപത്താൽ ജ്വലിച്ചു എന്നൊക്കെ എഴുതിയേക്കുന്നത് അവിടെ മലയാളത്തിൽ. എന്നിട്ട് പറയുന്നത്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ, ഇത് ചെയ്തവനെ കൊല്ലണം, അവൻ അതിന് പകരം 4 ഇരട്ടി കൊടുക്കണം, ഭയങ്കരമായിട്ട് പറഞ്ഞു. അപ്പോൾ അടുത്ത ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ ഉടനെ പറഞ്ഞതാണ് നമ്മളെ ഷോക്ക് ചെയ്യുന്നത്. ഇന്നത്തെ പ്രവാചകന്മാരും ഇന്നത്തെ ശുശ്രൂഷകന്മാരും ഞങ്ങൾ ഉൾപ്പെടെ നമ്മൾ ശരിക്കും വായിക്കേണ്ട ഒരു ഭാഗമാണ്. നാഥാൻ നേരെ ദാവീദിനോട് ഇങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട്, ആരാ മനുഷ്യൻ എന്നൊക്കെ ചോദിക്കുന്ന രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ, നീയാണ് ആ മനുഷ്യൻ, ആ മനുഷ്യൻ നീ തന്നെ, യു ആർ ദാറ്റ് മാൻ. യോ, ഒരു നിമിഷം ആ പ്രവാചകനെ പറ്റി ഒന്ന് ചിന്തിച്ചേ. പ്രവാചകൻ വന്നത് ദാവീദിനെ ഈ പറഞ്ഞ പോലെ എന്റർടൈൻ ചെയ്യാൻ. രാജാവാന്ന് ഓർക്കണേ, സാധാരണ വിശ്വാസിയുടെ അടുത്തല്ല, രാജാവിന്റെ അടുത്താണ്.
ഇംപ്രസ് ചെയ്യാനോ ഒന്ന് സുഖിപ്പിച്ച് കിളത്തി കണ്ട് ദൂത് പറയുമ്പത്തേന് എന്തെങ്കിലുമൊക്കെ നേട്ടം ആ രാജാവിൽ നിന്ന് ലഭിക്കുമെന്നൊന്നും ഓർത്തല്ല വരുന്നത്. പ്രവാചകൻ വരുന്നത് ദൈവത്തിന്റെ വചനമായിട്ടാണ് വരുന്നത്. ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മൾ അവിടെ കാണുന്നത്. ആ ദൈവാലോചന, ആ മനുഷ്യൻ നീയാണെന്ന് പറയുന്ന ആ ഒരൊറ്റ ദൂതിന്റെ പുറത്ത് സംഭവിക്കുന്ന എന്തോന്നറിയാമോ? 1 വർഷത്തോളം മറച്ചു പിടിച്ചിരുന്ന, ആഴത്തിൽ ആരും കാണാതെ കുഴിച്ചു മൂടിയ പാപത്തിന്റെ ജീവിതം ആ സത്യത്തിന്റെ മുമ്പിൽ തകർന്നു വീഴുക. ദാവീദ് പറയുന്നത് അവസാനം, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. യു സീ ദ പവർ ഓഫ് ദ ലിവിംഗ് വേർഡ് ഓഫ് ഗോഡ്. ദാവീദിന്റെ കഠിനപ്പെട്ടുപോയ ഹൃദയത്തെ തകർക്കാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അപ്പൊ ദൈവവചന ശുശ്രൂഷയുടെ, ദൈവവചന വായനയാവാം, കേൾവിയാകാം, പ്രസംഗിക്കുന്നതാകാം, ഇതിന്റെയൊക്കെ പ്രധാന ലക്ഷ്യം എന്താ? ഇതിന്റെ ഉദ്ദേശം എന്താ? ഇറ്റ് മസ്റ്റ് എക്സ്പോസ് സിൻ ഇൻ us. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പാപത്തെ അത് വെളിപ്പെടുത്തണം. ദാവീദ് തന്റെ സൈന്യത്തിലുള്ളവരും അറിഞ്ഞില്ല, കൂടെയുള്ളവരോ അവരുടെ ആരും അറിയാതെ ഇതൊക്കെ മറച്ചു പിടിക്കുമ്പോ ദൈവത്തിന്റെ വചനം തന്നെ വിവേചിച്ചുകൊണ്ട് തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ മറഞ്ഞു കിടക്കുന്നതിനെ വെളിപ്പെടുത്തുക. ഇന്നത്തെ ശുശ്രൂഷകളിൽ സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് പ്രസംഗിക്കുന്നവരോട് തന്നെ പറഞ്ഞിങ്ങനെയാണ്, കുത്തി പ്രസംഗിക്കരുത്. ആൾക്കാരെ എൻകറേജ് ചെയ്യണം, ആൾക്കാരെ കംഫോർട്ടബിൾ ആക്കണം, ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. എല്ലാവരും ഇപ്പൊ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ആൾക്കാരെ ഇങ്ങനെ എൻകറേജ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ നോക്കിക്കേ, നാഥാന്റെ പ്രവചനത്തിൽ ദാവീദിന് എന്തോ എൻകറേജ്മെന്റ് ആയിരിക്കും ഉണ്ടായത്. ഇതാരും അറിയത്തില്ല എന്നുള്ള നിലയിൽ പ്രവാചകൻ വന്നിട്ട്, നിനക്ക് ഇനിയും വലിയ അടുത്തുള്ള ചില രാജ്യങ്ങൾ കൂടെ നിന്നോട് ചേർന്ന് പോകാൻ പോവുകയാണ്, അതിരുകളെ ദൈവം വിശാലമാക്കാൻ പോവാന്നൊക്കെ കേട്ടാൽ ദാവീദിന്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വരും. ദൈവം പോലും പ്രവാചകന് പോലും ഇത് പിടികിട്ടിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അതിന്റെ മേളിൽ സുഖമായിട്ടിരിക്കുമ്പോഴാണ് ആ വ്യാജ സുരക്ഷ, ആ വ്യാജ പ്രതീക്ഷ എല്ലാം തകർത്ത് കളയ. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, സത്യത്തിൽ ദൈവവചന ശുശ്രൂഷയിൽ, കേൾവിയിൽ നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ വിളിക്കുന്നില്ലെങ്കിൽ ആ പ്രസംഗി ചിലപ്പം സത്യമല്ലായിരിക്കും പറയുന്നത്. ഒന്ന്, ആ പ്രവാചകന്റെ ദൂതിൽ തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പാപത്തെ അത് എക്സ്പോസ് ചെയ്ത്. അത് മാത്രമല്ല, രണ്ടാമതായിട്ട് നമ്മൾ അവിടെ കാണുന്നതാണ്, ഇന്നത്തെ സങ്കീർത്തനത്തിലേക്ക് വരുന്നത്, രണ്ടാമതായിട്ട് കാണുന്നത് ദാവീദിനെ അത് മാനസാന്തരത്തിലേക്ക് നയിച്ചു. കേവലം ഒരു എന്തുവാ, ചുമ്മാതെ തന്നെ കളിയാക്കാനോ നാണം കെടുത്താൻ വേണ്ടി എക്സ്പോസ് ചെയ്യാന്നുള്ള ഉദ്ദേശം അല്ല, മറിച്ച് ദ ഗോൾ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഗോഡ്സ് വേർഡ്, ദൈവവചനം താൻ പറയുന്നതിന്റെ ഉദ്ദേശം നാഥാനെ സംബന്ധിച്ചിടത്തോളം റീസ്റ്റോറേഷൻ ആണ്. മാനസാന്തരത്തിലൂടെ ദാവീദ് യഥാസ്ഥാനപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ദൂത് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിന്റെ ഭാഗം, പശ്ചാത്തലം ഇതിനോട് ബന്ധിപ്പിക്കേണ്ടത്. ദാവീദ് ഇങ്ങനെ ദൂത് കേട്ട് തകർന്ന് ദൈവസന്നിധിയിൽ അയ്യോ ഞാൻ പാപം ചെയ്തു എന്നൊക്കെ നിലവിളിച്ചുകൊണ്ട് പാടുന്ന ഒരു മാനസാന്തരത്തിന്റെ, അനുതാപനത്തിന്റെ ഒരു പാട്ടാണ്, സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. ഡേവിഡ് റിയലൈസസ് ഹിസ് സിൻ. ദാവീദ് തന്റെ പാപം മനസ്സിലാക്കി മാനസാന്തരപ്പെടുക. പ്രത്യേകിച്ച് ഈ സങ്കീർത്തനം നിങ്ങൾ മുഴുവനായിട്ട് പിന്നീടൊന്ന് വായിക്കണം. അവിടെ നമ്മൾ കാണുന്നത് ഇറ്റ് ഇസ് എ മോഡൽ ഫോർ റിപ്പന്റൻസ്. മാനസാന്തരത്തിന് ഒരു നല്ല മാതൃക ദാവീദ് കാണിക്കുകയാണ്. മാനസാന്തരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇത് പറയുമ്പോൾ തന്നെ വാട്ട് റിപ്പന്റൻസ് റിയലി ഈസ്, ശരിക്കും മാനസാന്തരം എന്താണ്? ദാവീദിന്റെ ഈ ജീവിതത്തിൽ, ദാവീദ് പാടുന്ന ഈ പാട്ടിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കാര്യം വ്യക്തമാണ്, പുറമേ ചെയ്യുന്ന ഒന്നുമല്ല മാനസാന്തരം, പുറമേ കാണിക്കുന്നത് ഒന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് റിപ്പീറ്റിംഗ് പ്രയർ, ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് ദ ചർച്ച്, ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് ദ നെയിം, ഇറ്റ് ഈസ് നോട്ട് ഈവൻ ബാപ്റ്റിസം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അല്ലെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് അതിന്റെ പശ്ചാത്തലം. ആ അനുതാപനത്തിൽ നിന്ന് മാനസാന്തരപ്പെടുമ്പോൾ താൻ രചിച്ച ഒരു സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. അതിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുത്തത്. 10, 11, 12 വാക്യങ്ങൾ. ആ 3 വാക്യങ്ങളിൽ ഒരു നിലവിളിയാണ്. ആ നിലവിളിയെ പറ്റി ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് പുതുക്കണമേ, എന്നെ ഒന്ന് പുതിയതാക്കണം. ഇറ്റ്സ് എ ക്രൈ ഫോർ റിന്യൂവൽ. എന്നെ ഒന്ന് പുതിയതാക്കണമെന്ന് താൻ നിലവിളിക്കുക. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്
എന്തുകൊണ്ടാണ് ദാവീദ് ഒരു റിന്യൂവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? വൈ ഡേവിഡ് ലോങ് ഫോർ റിന്യൂവൽ? ഈ പുതുക്കത്തിന്റെ ആവശ്യകത എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഫോർ റിന്യൂവൽ? ദാവീദിന് എങ്ങനെ മനസ്സിലായി റിന്യൂവൽ വേണമെന്ന്? എങ്ങനെ മനസ്സിലായി? വൈ ഈസ് റിന്യൂവൽ നെസസറി? അതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാം. അതിന്റെ 6-ാമത്തെ വാക്യം, സങ്കീർത്തനം 51-ന്റെ 6-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യം. ആദ്യം 6-ാമത്തെ വാക്യം വായിക്കാം. വായിച്ചാൽ Psalms 51 verse 6. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ദാവീദ് ഇപ്രകാരം ഒരു റിന്യൂവലിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം, ഹി റിയലൈസ്ഡ് വാട്ട് ഗോഡ് വാണ്ട്സ്. ദൈവത്തിന് എന്താണ് വേണ്ടതെന്ന്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ദാവീദിന് മനസ്സിലായി. അത് ഏറ്റു പറയുന്നതാണ് ഈ 6-ാമത്തെ വാക്യം. താൻ പറഞ്ഞത് എന്താണ്? അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. യു ഡിസയർ ട്രൂത്ത് ഇൻ ദി ഇൻവേർഡ് ബീങ്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണേ. ദാവീദിന് മനസ്സിലായി, ദൈവം തന്റെ ജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. എ കൈൻഡ് ഓഫ് ട്രാൻസ്പെറൻസി ഇൻ ദ ലൈഫ് ഓഫ് ഹിസ് പീപ്പിൾ. തന്റെ ജനത്തിൽ നിന്ന് ദൈവം ഇച്ഛിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി. അവിടെ 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അന്തർഭാഗത്തിലെ സത്യം, അന്തരംഗത്തിൽ ജ്ഞാനം. 2 വാക്ക്, അന്തർഭാഗം, അന്തരംഗം. ഇത് ഞാൻ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ മൂലഭാഷയിലുള്ള വാക്കുകളും അത് മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ആ വാക്ക് പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ ആ വാക്ക് മറ്റു പല പശ്ചാത്തലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലം ഇതാണ്. ഈ യുദ്ധത്തിനൊക്കെ പഴയ നിയമ പുസ്തകങ്ങൾ വായിച്ചാൽ പോകുമ്പോൾ ഈ ശത്രു വന്നിട്ട് 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിന്റെ വെള്ളത്തിന്റെ സ്രോതസ്സുകളെയൊക്കെ മൂടി വെക്കുന്ന, മുക്കിക്കളയുന്ന ഒരു അനുഭവമുണ്ട്. നമുക്കത് വളരെ അറിയാവുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാല്, ഇപ്പോൾ ഇസഹാക്കിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഇസഹാക്ക് ഇങ്ങനെ സക്സസ്ഫുൾ ആയി വലിയ വിശാലതയിലേക്കൊക്കെ വരുമ്പോൾ ഫെലിസ്തീർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പനായിരിക്കുന്ന അബ്രഹാം കുഴിച്ച കിണറുകളെ എന്തോ ചെയ്തു? മൂടിക്കളഞ്ഞു. അങ്ങനെ ചെയ്യുന്ന എന്തിനാ? അങ്ങനെ ആവുമ്പം വെള്ളം കിട്ടാൻ ഇനി വഴിയില്ല. ആ വ്യക്തി സ്വാഭാവികമായിട്ട് നാശത്തിലേക്ക് പോകും. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കാണ്, ആ വാക്ക് എന്താണ്? മനഃപൂർവം മറ്റൊരാൾക്ക് ആക്സസിബിൾ ആകാത്ത നിലയിൽ മൂടി വെക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. ആ പ്രയോഗമാണ് എടുത്തിട്ട് ഇവിടെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്. അപ്പം അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇതാണ്, വാട്ട് ഈസ് ഗോഡ് എക്സ്പെക്ടിങ്? ദൈവം ഇച്ഛിക്കുന്നത് എന്താ? ഗോഡ് സീക്സ് ഓപ്പൺ ആക്സസ് to those parts of our lives that we have chosen to keep deeply hidden within our inner world. മലയാളത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അകത്തൊരു ലോകമുണ്ട്. in our inner world, ആഴത്തിൽ നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന ജീവിതത്തിലെ ഭാഗങ്ങൾ ദൈവത്തിന് തുറന്ന പ്രവേശനം നൽകണം. That is what God expects. നമ്മൾ ചില ഭാഗങ്ങൾ മറച്ചു പിടിച്ചിരിക്കുകയാണ്. ദൈവമോ മറ്റാരും ഇത് കാണത്തില്ലെന്നുള്ള ഉറപ്പിൽ മറച്ചു പിടിച്ചിരിക്കുക. പക്ഷെ ഇവിടെ ദാവീദ് കരയാനുണ്ടായ കാരണം, he understood God is not impressed. ദൈവം പുറത്ത് ഞാൻ കാണിക്കുന്ന പ്രകടനങ്ങളിൽ ഇംപ്രസ് ആകുന്നില്ല, മറിച്ച് ദൈവം നോക്കുകയാണ് എൻ്റെ ഏറ്റവും ഉള്ളിൽ ഞാൻ ആരും കാണത്തില്ലെന്നുള്ള നിലയിൽ മറച്ചു വെച്ചിരിക്കുന്ന അന്തർഭാഗം എങ്ങനുണ്ട്, അന്തരംഗം എങ്ങനുണ്ട്. 1 വർഷത്തോളം ആരും കണ്ടില്ല. He kept it secretly. ആരും അറിയാത്ത നിലയിൽ ഇത് കുഴിച്ചുമൂടി. തന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ തന്റെ പ്രജകളോ ആരും അറിഞ്ഞില്ല, ആരും ആ പ്രശ്നം അറിഞ്ഞില്ല. പക്ഷെ ദാവീദിന് ഇപ്പോൾ നാദാം വന്നു ദൂത് പറയുമ്പോൾ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്, ഇത് കാണുന്ന
ഒരു ദൈവമുണ്ട്. മനുഷ്യ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകതയാണ്, വി ആർ വെരി ഗുഡ് അറ്റ് ഹൈഡിങ് തിങ്സ്. നമ്മള് കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ മറച്ചു പിടിക്കുക. ഈ ഞാൻ മുമ്പ് പറഞ്ഞ അതേ വാക്കാണ്, ഒരു കിണറിലെ വെള്ളം മറ്റാർക്കും കിട്ടാത്ത നിലയിൽ കുഴിച്ചു മൂടുക എന്ന് പറയുന്ന പോലെ. അകത്തെ കയ്പ് കാണും, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. അകത്ത് അഹങ്കാരമായിരിക്കാം, അസൂയായിരിക്കാം, പക്ഷെ കാണുമ്പോൾ വി ക്യാൻ ടോക്ക് വെരി സ്വീറ്റ്, വളരെ നൈസായിട്ട് സംസാരിക്കാം. ഗോഡ് സീസ് ദി സീക്രട്ട് ചേംബേഴ്സ് ഓഫ് മൈ സോൾ. എന്റെ ഹൃദയത്തിന്റെ ആഴത്തിലെ രഹസ്യ അറകളെ ദൈവം കാണുന്നു എന്ന് ഓർത്തു നോക്കിക്കേ. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ പുറമേ നോക്കുമ്പോ കാണാത്ത മേഖലകൾ, നോ ഹ്യൂമൻ ഐ ക്യാൻ ഡിറ്റക്ട്. ഞാൻ പറഞ്ഞില്ലേ, ദാവീദിന്റെ കൂടെയുള്ളവർ പോലും ഒന്നും പറഞ്ഞില്ല, ആർക്കും ഒന്നും തോന്നിയില്ല. ഇപ്പൊ പറഞ്ഞ പോലെ അസൂയയാകട്ടെ, വൈരാഗമാകട്ടെ, അഹങ്കാരം എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ അറഗൻസ്, എനിത്തിങ് പ്രൈവറ്റ്ലി നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന ഒന്നും ആരും കണ്ടെന്ന് വരത്തില്ല. പക്ഷെ ദാവീദിന് മനസ്സിലായി, ദൈവം കാണുന്നുണ്ട്. ഗോഡ് ഈസ് ലുക്കിംഗ് അറ്റ് മൈ ഇൻവേർഡ് ബീൻ. എന്റെ അകത്ത് പരിശോധിക്കുന്ന ഒരു ദൈവം. ദാവീദിന് അതിനോടൊപ്പം മനസ്സിലായ ഒരു സത്യം കൂടെ ഉണ്ട്. ദാവീദ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് മറച്ചു വെച്ചിട്ട് ഇതിന്റെ മേളിൽ നിന്നുകൊണ്ട് ആരാധനയാ, ഇതിന്റെ മേളിൽ നിന്നുകൊണ്ട് പാട്ടാ, ഇതിന്റെ മേളിൽ നിന്നുകൊണ്ട് പ്രസംഗമാ. ദാവീദ് തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം എന്തുവാന്നറിയാമോ? അതാണ് 16-ാമത്തെ വാക്യം. അത് 16-ഉം 6-ഉം ഇതിനോട് ചേർത്ത് വെക്കണം. ഇനി ആ 16-ാമത്തെ വാക്യം നോക്കിക്കേ. Psalms 51:16. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവും ഇല്ല. കണ്ടോ, ദാവീദ് ഇപ്പൊ മനസ്സിലാക്കിയ സത്യങ്ങൾ പറയുക. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല. ദൈവം ഇച്ഛിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. ഇതുവരെ ദാവീദ് ഓർത്തത് ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലെന്നാ, യാഗം നടക്കട്ടെ, ഹോമയാഗം നടക്കട്ടെ. പക്ഷെ ഇപ്പോൾ തനിക്ക് മനസ്സിലായി, ഈ ഹോമയാഗവും ഹനന്യയാഗവും ഒക്കെ ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ ഹൃദയത്തിൽ ഒരു പുതുക്കം നടക്കണം. ഒരു യഥാർത്ഥമായ ഒരു ട്രാൻസ്ഫോർമേഷൻ അകത്ത് നടക്കാതെ പുറത്ത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. സത്യം പറയുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ അതിനകത്തിൽ ഒരു 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 വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യം അവിടെ എഴുതിയിട്ടില്ലേ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, നമ്മൾ ദാവീദ് ചെയ്തതുപോലെ തന്നെ, ദാവീദ് ചെയ്യുന്നത് എന്താണ്? ഇത് കവറപ്പ് ചെയ്തിട്ട് യാഗവും വഴിപാടൊക്കെ കഴിച്ച് ഇതിനെ കവറപ്പ് ചെയ്യാൻ ചിന്തിക്കുക. ഈ യാഗവും വഴിപാടൊക്കെ സ്പിരിച്വൽ കാര്യങ്ങളല്ലേ? അതെ, ദീസ് ആർ ഓൾ സ്പിരിച്വൽ തിങ്സ്. കർത്താവ് പറഞ്ഞതല്ലേ? അതെയാണ്. ഇതെല്ലാം കർത്താവിന്റെ വചനത്തിൽ, നിയമത്തിലുള്ള കാര്യങ്ങളാണ് ഇത്. പക്ഷേ ഹൃദയത്തിൽ ഇത് മറച്ചു വെച്ചിരിക്കുക. ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, ഈവൻ ദ സ്പിരിച്വൽ തിങ്സ് ദാറ്റ് വി ഡു can become the cover up for our sin. രഹസ്യ അറകളിൽ അശുദ്ധി നിറഞ്ഞിരിക്കുമ്പോഴും പരസ്യമായിട്ട് ആത്മീക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ എല്ലാം ഓക്കെ ആണെന്ന് എനിക്ക് എന്നോട് തന്നെ പറയാം. അർത്ഥം, എനിക്കിന്ന് ഈ പ്രസംഗം പ്രസംഗിക്കുന്നതിലൂടെ എനിക്ക് എന്നോട് തന്നെ പറയാം, ടോം, ഇറ്റ് ഈസ് ഓൾ ഗുഡ് വിത്ത് യു. അത് വലിയൊരു അപകടമാണ്. ഇത് പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്നോട് പറയേണ്ടത്, കർത്താവ്, എൻ്റെ ഉള്ളിലും ഇതേപോലെ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. എൻ്റെ അന്തരംഗത്തിൽ, എൻ്റെ അന്തർഭാഗത്തിൽ മറ്റാർക്കും കാണത്തില്ല, പക്ഷെ അങ്ങക്ക് കാണാം. ഐ എം ഗിവിംഗ് ആൻ ആക്സസ് ടു ഗോഡ്. ദൈവമേ, അങ്ങൊന്ന് വരണമേ, അവിടെ ഒന്നൊരു ശുദ്ധീകരണം, അവിടെ ഒരു റിന്യൂവൽ എനിക്ക് ആവശ്യമാണ്. ഈ പുറമേ ചെയ്യുന്നതിൽ ഒന്നിലും അങ്ങ് ഇംപ്രസ് ആകത്തില്ലെന്നുള്ള ഒരു ചിന്ത, ഒരു ബോധ്യം നമുക്കുണ്ടാകും. We can participate in the outward rituals. പുറമേയുള്ള എല്ലാ ചടങ്ങുകളിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ we have to be careful to see our inner life. ഒരു കമന്റ് ഞാൻ ഇങ്ങനെ വായിച്ചതിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രാർത്ഥന പോലെ ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: May God help us not to sing songs and listen to sermons while bypassing brokenness over our sin. പാപത്തെ കുറിച്ചുള്ള തകർച്ചയില്ലാതെ പാട്ടുകൾ പാടിയും പ്രസംഗം കേട്ടും ജീവിക്കുന്ന ആത്മീക വഞ്ചനയിൽ വീഴാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് ഞാൻ വായിച്ചപ്പോൾ പ്രസംഗം കേൾക്കുക മാത്രമല്ല, ഞാൻ എന്നോട് തന്നെ പറയാണ്,
പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീക വഞ്ചനയുണ്ട്. ഇതിനകത്തിൽ ഞാൻ എന്നെ തന്നെ കംഫോർട്ടബിൾ ആക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അന്തർഭാഗത്തിലെ സത്യം നീ ഇച്ഛിക്കുന്നു, അന്തരംഗത്തിലെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ. ഗോഡ് ഈസ് നോട്ട് ഇംപ്രസ്ഡ് വിത്ത് മൈ ഔട്ട്വേർഡ് പെർഫോമൻസ്. തിരിച്ചറിയുക, ഗോഡ് ഈസ് ലുക്കിംഗ് ഡീപ്പർ ദാൻ മൈ പബ്ലിക് സ്പിരിച്വൽ. ഞാൻ പുറത്ത് കാണിക്കുന്ന ആത്മീകതയുടെ അപ്പുറത്ത് ദൈവം നോക്കുക. നമ്മൾ നോക്കുന്ന എന്തോ? നമ്മൾ ഒരാളെ നോക്കി സ്പിരിച്വൽ ആന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ കാണുന്ന കാര്യത്തിന്റെ വെളിച്ചത്തിൽ. നമ്മൾ ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ ചർച്ചിൽ വരുന്നതോ അവരുടെ ഇടപാടുകളോ ഇങ്ങനെ പുറമേ ഉള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ദൈവം നോക്കുന്നത് ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾ, രഹസ്യത്തിലെ ആഗ്രഹങ്ങൾ. ആരും കണ്ടില്ല, പക്ഷെ ഗോഡ് ഈസ് ലുക്കിംഗ് അറ്റ് our inner self. ആരും കാണാത്തതിനെ ദൈവം കാണുന്നു. ഇത് ഞാൻ പറയുമ്പോൾ വളരെ വിഷമത്തോടെ ഞാൻ പറയുകയാണ്. ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ ചർച്ച്. ചർച്ചിൽ നമ്മൾ ആൾക്കാരെ ഇംപ്രസ് ചെയ്യുന്നതിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആകുക. ടു ഷോ എവരിവൺ ദാറ്റ് ഐ ആം സ്പിരിച്വൽ. ഞായറാഴ്ച രാവിലെ ചെല്ലുമ്പോൾ ഐ ഹാവ് ടു അപ്പിയർ ഹോളി ആൻഡ് സ്പിരിച്വൽ. പക്ഷെ അതിന്റെ അപ്പുറത്ത് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം നഷ്ടപ്പെടുക. ചർച്ചസ് ആർ ബിക്കമിങ് ഫിൽഡ് വിത്ത് പെർഫോമൻസസ് ആൻഡ് പെർഫോമേഴ്സ്. പ്രകടനങ്ങളും പ്രകടനം നടത്തുന്നവരെ കൊണ്ട് നിറയുക. പക്ഷെ സഭയിൽ നടക്കേണ്ടത് എന്താ? സഭയ്ക്ക് ആവശ്യം എന്താ? ബിലീവേഴ്സ് ഹു ആർ ഓണസ്റ്റ് ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുൻപിൽ സത്യസന്ധതയുള്ളവരായിരിക്കുക. rather than impressing men, I am open before God. ദാവീദ് കരഞ്ഞതുപോലെ, ദാവീദ് ഒരു പുതുക്കത്തിന് വേണ്ടി കരഞ്ഞതിന്റെ കാരണം he understood God is looking. കർത്താവ് നോക്കുന്നത് in the most secret place. God is looking for truth, and that's why he realized he needs a cleansing. ക്ലെൻസിങ് ആവശ്യമാണെന്ന് ദാവീദ് മനസ്സിലാക്കിയതിന്റെ ഒന്നാമത്തെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം അതിന്റെ 17-ാമത്തെ വാക്യമാണ്. 51-ന്റെ 17-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. Psalms 51:17. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ദാവീദ് ഇപ്രകാരം ഹൃദയത്തിനൊരു സൃഷ്ടിപ്പ്, ഒരു പുതുക്കം ആവശ്യമുണ്ടെന്ന് പ്രാർത്ഥിക്കാനുണ്ടായ രണ്ടാമത്തെ കാരണം ആ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അവിടെ പറഞ്ഞ ഇങ്ങനെയാണ്: തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താ അറിയോ? ഹിസ് ഓൾഡ് ഹാർട്ട് ഈസ് ബ്രോക്കൺ. തന്റെ പഴയ ഹൃദയം തകർന്നുപോയി, നുറുങ്ങിപ്പോയി. താൻ ചെയ്ത പാപത്തെ പ്രവാചകൻ വെളിപ്പെടുത്തിയപ്പോൾ പാപത്തിന്റെ ആ ഭാരം നിമിത്തം ഹിസ് ഹാർട്ട് ബിക്കേം ബ്രോക്കൺ. ഹൃദയം തകർന്നപ്പോഴാണ്, ഹൃദയം നുറുങ്ങിയപ്പോഴാണ് ഈ പ്രാർത്ഥന പ്രസക്തിയുള്ളതാകുന്നത്. പുതിയൊരു ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. Only something that is broken can be made new. ഹൃദയം തകർന്നെങ്കിൽ മാത്രമേ അതിനെ പണിയാൻ സാധിക്കത്തുള്ളൂ. ഹൃദയം തകർന്നെങ്കിൽ മാത്രമേ പുതിയൊരു സൃഷ്ടിയാകാൻ സാധിക്കത്തുള്ളൂ. ഇത് പറയുമ്പോൾ സുവിശേഷത്തിന്റെ കേൾവിയിലും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പാപത്തെ ഓർത്തൊരു അനുതാപം, ഒരു ഹൃദയ തകർച്ചയുണ്ടെങ്കിൽ മാത്രമേ ഒരു പുതുക്കം സാധിക്കത്തുള്ളൂ. Only if sin has broken your heart. ദൈവത്തിന്റെ വചനം പാപത്തെ എക്സ്പോസ് ചെയ്തപ്പോൾ അതിന്റെ ഹൃദയത്തെ തകർത്താൽ പുതിയ സൃഷ്ടിയിലേക്ക് നമുക്ക് നടക്കാം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ദാവീദ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കാനുള്ള കാരണം, he prayed for renewal because ദാവീദിന് മനസ്സിലായി ഇത് പ്രാർത്ഥിച്ചാൽ മാത്രമേ, ഈ റിന്യൂവൽ നടന്നാൽ മാത്രമേ എനിക്ക് പാപത്തെ ജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ അർത്ഥം ദൈവം ഞാൻ ചെയ്ത പാപത്തിന്റെ ആ ലിസ്റ്റ് മായ്ച്ചു കളഞ്ഞാൽ ഇറ്റ് ഈസ് നീഡഡ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് പറയാ, എന്റെ ഹൃദയം മാറിയില്ലെങ്കിൽ ഞാൻ വീണ്ടും
ഈ പാപത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട്, വീണ്ടും വീഴാൻ സാധ്യതയുണ്ട്. ഇത് പറയുമ്പോൾ ഈ ഹൃദയം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന, നിങ്ങൾക്ക് ഇതറിയാം, ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഒരു ബയോളജിക്കൽ ഓർഗനെ പറ്റി അല്ല പറയുന്നത്. ബൈബിളിന്റെ ഭാഷയിൽ, എബ്രായ ചിന്തകളിൽ ഈ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ സെന്റർ, തന്റെ ഡിസയറും തന്റെ ആഗ്രഹങ്ങളും ചിന്തകളും ഇച്ഛകളും ഡിറക്ഷനും എല്ലാം നിയന്ത്രിക്കുന്നതിനാണ് ഹൃദയം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്ന, ഗവൺ ചെയ്യുന്ന ആ സിസ്റ്റത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു മാറ്റം ആവശ്യമാണ്, അല്ലെങ്കിൽ വീണ്ടും ഇതിൽ വീണുപോകാൻ സാധ്യത. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ നോക്കിയത്, ദാവീദ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം, ഹി റിയലൈസ് വാട്ട് ഗോഡ് വാണ്ട്സ്. രണ്ടാമത് എനിക്ക് മനസ്സിലായി, തന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്, ഒരു പുതുക്കം ആവശ്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത്, ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കാനുള്ള തന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, the basis of this prayer. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഒരു നിമിഷം, നമ്മൾ ആ പറഞ്ഞ പശ്ചാത്തലം ഇതിനോടൊന്ന് ബന്ധിപ്പിച്ച് ചിന്തിച്ചേ. ദാവീദ് ചെയ്ത പാപത്തിന്റെ ലിസ്റ്റ് നോക്കിയാൽ, he doesn't deserve, ഒന്ന് ഓർത്ത് നോക്കിക്കേ, കൊടിയ പാപം ചെയ്ത ഒരു വ്യക്തി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് എന്ത് അർഹതയുണ്ട്? ഹൗ ഡെയർ യു കം ടു ഗോഡ് ആൻഡ് പ്രേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ റിക്വസ്റ്റ് ചെയ്യുന്നത്? നിനക്കെല്ലാം ഉണ്ടായിരുന്നു. ദാതാൻ ചോദിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ഇടയനായിരുന്ന നിന്നെ തിരഞ്ഞെടുത്ത് നിന്റെ യജമാനന്റെ സ്ഥാനത്തിരുത്തി നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്നു, എന്നിട്ട് നീ ഇതിങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദാവീദിന് എങ്ങനെ ഈ പ്രാർത്ഥിക്കാൻ പറ്റി? 2-3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് ദാവീദ് ഇത് പ്രാർത്ഥിക്കാനുള്ള കാരണം, ഹി അണ്ടർസ്റ്റുഡ് ദി നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവത്തെ തനിക്കറിയാമായിരുന്നു. അത് നമ്മൾ കാണുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ. ഒന്നാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ഒന്നാമത്തെ വാക്യം, Psalms 51 verse 1. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം കൃപയുണ്ടാകണം, നിന്റെ കരുണ, the mercy of God, the steadfast love, the abundant compassion. ദാവീദ് കൽപ്പന അനുസരിച്ച്, നിയമം അനുസരിച്ച് വ്യഭിചാരം ചെയ്താൽ, കൊലപാതകം ചെയ്താൽ മരണശിക്ഷയ്ക്ക് അർഹനാണ്. ഹി മസ്റ്റ് ഡൈ. അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്ത് ദാവീദ് ദൈവസന്നിധിയിൽ ചെന്ന് ഈ പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? ഹി ന്യൂ ദി നേച്ചർ ഓഫ് ഗോഡ്. ദൈവം കരുണയുള്ളവനാണെന്ന് ദാവീദിന് തിരിച്ചറിഞ്ഞു. ദാവീദിന് ദൈവത്തിന്റെ ഈ റിന്യൂവലോ ഈ ക്ഷമയോ അർഹിക്കുന്നില്ല. ഹിസ് ഓൺലി ഹോപ്പ്, തന്റെ ഏക പ്രതീക്ഷ എന്തിലാണ്? ദൈവത്തിന്റെ കൃപയിലാണ്, ദൈവത്തിന്റെ കരുണയിലാണ്. ദാവീദ് ചെയ്ത ഒന്നിനുമല്ല, പക്ഷേ ദൈവത്തിന്റെ കരുണ. ഇറ്റ് ഈസ് ദി അബണ്ടൻസ് ഓഫ് ഡിവൈൻ ഗ്രേസ്. കൃപയുടെ ബഹുത്വം, ആ വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കരുണയുടെ ബഹുത്വ പ്രകാരം, കരുണയുടെ ബഹുത്വമാണ് ക്ഷമ ഈ പ്രാർത്ഥന സാധ്യമാക്കിയത്. ഡേവിഡ് ഈസ് ത്രോയിങ് ഹിംസെൽഫ്. ദാവീദ് തന്നെ ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കുകയാണ്. ക്ഷമ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. എൻ്റെ ഒരു റിലീജിയസ് ആക്ടിവിറ്റി കൊണ്ടോ, എൻ്റെ പദവി കൊണ്ടോ, ഞാൻ രാജാവായിരിക്കുന്നത് കൊണ്ടോ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. ഇത് കരുണയാണ്. ഇത് കരുണയുടെ ബഹുത്വം മാത്രമാണ് തിരിച്ചത്. ഇത് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ അനുഭവിച്ച പാപക്ഷമ, നമ്മൾ അനുഭവിച്ച ദൈവകൃപ ഓർത്ത്, നമ്മളോട് അവൻ കാണിച്ച കൃപയുടെ ബഹുത്വം ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അനേകമായ പാപത്തെ നമ്മളോട് മോചിച്ച് നമ്മളെ അവിടുത്തെ മക്കളാക്കി തീർത്ത ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വം ഓർത്ത് നമുക്ക് ഇന്ന് പ്രഭാതത്തിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ദ സെയിം ടൈം അങ്ങനെ പറയുമ്പോൾ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചാൽ, കുറവുകൾ, പരാജയങ്ങൾ സംഭവിച്ചാൽ, സാധാരണഗതിയിൽ നമ്മുടെ ഉള്ളത്തിൽ പിശാച് മന്ത്രിക്കും. യു ആർ നോട്ട് വർതി, യു ആർ നോട്ട് ഫിറ്റ്, യു ഹാവ് സിൻ. നീ പാപം ചെയ്തു, നീ വീണുപോയി, നിനക്കിനി ദൈവസന്നിധിയിലേക്ക് വരാൻ സാധിക്കത്തില്ലെന്നൊക്കെ അവകാശവാദം, വെല്ലുവിളികൾ, അപവാദം മുഴക്കുമ്പോൾ ഈ വാക്യങ്ങൾ നമ്മളോട് പറയുന്ന സത്യം എന്താണ്? ഗോഡ് ഈസ് മെർസിഫുൾ. ദൈവം കരുണയുള്ളവനാണ്. ദൈവം
ദീർഘക്ഷമയുള്ളവനാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി വന്നാൽ അവൻ കരുണയോടെ സ്വീകരിക്കുന്നവനാണ്. അപ്പൊ ദാവീദ് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അടുത്തു വരാൻ കാരണം ദൈവമാരെന്നുള്ള തന്റെ തിരിച്ചറിവാണ്. നിന്റെ കൃപയുടെ ബഹുത്വപ്രകാരം, നിന്റെ ദയക്കൊത്തവണ്ണം എന്നോട് കൃപ കാണിക്കണമേ. ലോർഡ് ബി ഗ്രേഷ്യസ് ടു മീ അക്കോർഡിംഗ് ടു ദി അബണ്ടന്റ് മേഴ്സി. ദൈവത്തിന്റെ നേച്ചർ താൻ മനസ്സിലാക്കി. രണ്ടാമതായിട്ട് താൻ ചെയ്യുന്നത്, ഹി ഈസ് ഓണസ്റ്റ്ലി കൺഫസിങ്. സത്യസന്ധമായി തന്റെ കുറവുകൾ ഏറ്റു പറയുന്നതാണ് നമ്മൾ ദാവീദിന്റെ മറ്റൊരു സ്വഭാവം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണും. അതിപ്പോ നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ പറയുന്നത് ശ്രദ്ധിച്ചാൽ, ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നത്, ഒന്നാം വാക്യം ഒന്ന് വായിക്കാമോ? ദൈവമേ നിന്റെ ദയക്ക് തക്കോണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ലംഘനങ്ങൾ എന്ന് പറയുമ്പോൾ താൻ പറയാണ്, ഇറ്റ് ഇസ് മൈ സിൻ. മൂന്നാമത്തെ വാക്യം, 3, 4, 5 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും നിന്റെ മുമ്പിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ് ആയിട്ട് കൺഫസ് ചെയ്യാം. ഞാൻ പാപം ചെയ്തു, എന്റെ ലംഘനമാണ്, എന്റെ പാപമാണ്, എന്റെ അതിക്രമമാണ്. ഐ നോ, എനിക്കറിയാം. എന്നോർത്ത് നോക്കിക്കേ, 1 വർഷത്തോളം പാപത്തെ മറച്ച് എല്ലാം ന്യായീകരിച്ച് എല്ലാം നോർമൽ ആണെന്ന് ജീവിച്ച മനുഷ്യൻ തന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആലോചന കേട്ട് ആത്മാവ് തന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കും പറയുന്നത് നോക്കിക്കേ. ഐ നോ, എനിക്കറിയാം. ഐ നോ, ഞാൻ മനസ്സിലാക്കുന്നു. ഒരു എക്സ്ക്യൂസ് ഇല്ല, ഒരു എന്താ പറഞ്ഞേ ജസ്റ്റിഫിക്കേഷനും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ ആ സ്ത്രീ എന്നെ പ്രലോഭിപ്പിച്ചെന്നോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് ഇങ്ങനെ പല ഭാര്യകൾ ഉണ്ടാവും. ആക്ച്വലി ആരും ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. രാജാവ് മറ്റൊരാളുടെ ഭാര്യ എടുത്ത് ആരും ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള ഒരു ന്യായീകരണവും ഇല്ലാതെ ഹീസ് ഓണിങ് അപ്പ്, താൻ ഏറ്റു പറയുകയാണ്, അത് എന്റെ ലംഘനമാണ്. ദാറ്റ് ഈസ് മൈ സിൻ. ഞാൻ പാപം ചെയ്തു. പ്രത്യേകിച്ചും അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 4-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് കുറച്ചും കൂടെ ഗൗരവമേറിയ കാര്യമാണ്. 4-ാമത്തെ വാക്യം നോക്കിക്കേ. Psalms 51 verse 4. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ എഗൻസ്റ്റ് യു, നിന്നോക്ക് വിരോധമായി, എഗൻസ്റ്റ് യു ഓൺലി ഹാവ് ഐ സിൻ. ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമ്മൾ ആ ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ, ദാവീദ് പാപം ചെയ്തത് ബത്ശേബയ്ക്കെതിരെയാണ്, ദാവീദ് പാപം ചെയ്തത് ഊരിയാവിനെതിരെയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയാണ്. ഇങ്ങനെ മനുഷ്യർക്കെതിരെ ഒക്കെ ചെയ്തു. പക്ഷെ ദാവീദ് ഇപ്പോൾ കൺഫസ് ചെയ്യുമ്പോൾ പറയാണ്, ഇത് കേവലം മനുഷ്യർക്കെതിരെ ചെയ്തത് മാത്രമല്ല, അതിന്റെയൊക്കെ അപ്പുറത്ത് ഞാൻ തിരിച്ചറിയാണ്, ലോർഡ് വാട്ട് ഐ ഡിഡ്, ദ ഡീപ്പസ്റ്റ് റിയാലിറ്റി ഓഫ് സിൻ, പാപത്തിന്റെ ആ റിയാലിറ്റി തിരിച്ചറിയാണ്. ഓൾ സിൻ ഇസ് അൾട്ടിമേറ്റ്ലി അഗൈൻസ്റ്റ് ഗോഡ്. എല്ലാ ലംഘനവും എല്ലാ പാപവും കേവലം മനുഷ്യർക്കെതിരെ മാത്രമല്ല, മറിച്ച് നിയമം നൽകിയ, കൽപ്പന നൽകിയ ദൈവത്തിനെതിരെ, ദൈവത്തിന്റെ നിയമത്തെ ധിക്കരിക്കുന്നതാണ് പാപം. ആ ബോധ്യത്തിലേക്ക് താൻ വരിക. ഇതേ കാര്യം പല ഭക്തന്മാർ ബൈബിളിൽ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരിക്കല് യെശയ്യാവ് ദർശനം കാണുമ്പോൾ താൻ പറയുന്നതാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇത് കൺഫസ് ചെയ്യാണ്. ഈസ് ട്രൂലി കൺഫസിങ്. ഓണസ്റ്റ് ആൻഡ് ഹംബിൾ കൺഫെഷൻ ഓഫ് സിൻ ലീഡ്സ് ടു ദി റിന്യൂവൽ ഓഫ് ഹാർട്ട്. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ആ ഹൃദയത്തിന്റെ പുതുക്കം സാധ്യമാകുന്നത് എപ്പോഴാണ്? ദൈവത്തിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞു. രണ്ടാമതായിട്ട്, ഞാൻ താഴ്മയോടെ, ഞാൻ സത്യസന്ധമായി ദൈവത്തിന് മുമ്പിൽ ഏറ്റു പറയുകയാണ്. ആത്മീക സ്പിരിച്വൽ റിന്യൂവലിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ജസ്റ്റിഫിക്കേഷൻ ആണ്. അത് 1-ാമത്തെ മനുഷ്യൻ തൊട്ട് തുടങ്ങിയതാണ്. ദൈവം തോട്ടത്തിൽ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അന്ന് തൊട്ട് പറയുന്നതാണ്, ഞാനല്ല, സ്ത്രീയാണ്. സ്ത്രീയോട് ചോദിക്കാനല്ല, സർപ്പമാണ്. ഇങ്ങനെ ന്യായീകരണങ്ങളും ബ്ലെയിം മറ്റൊരാളിലൊക്കെ ഇട്ട് ഇങ്ങനെ പറയുന്ന അനുഭവങ്ങൾ മനുഷ്യന്റെ ഉള്ളിലുള്ളപ്പോൾ ഇവിടെ ദാവീദ് ഓണസ്റ്റ് ആയിട്ട് പറയാണ്, ലോർഡ് ഐ ഹാവ് സിൻഡ്. അതോടൊപ്പം തന്നെ ദാവീദ് പറയുന്ന ഒരു ഭാഗമാണ് 7
8, 9 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 7, 8, 9 വാക്യം. Psalms 51 verse 7 to 9. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം വായിച്ചോ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെ ഒക്കെയും മായിച്ചു കളയണമേ. ആ വാക്യങ്ങളിൽ ആവർത്തിച്ച് വരുന്നൊരു ഭാഗമാണ്. കൺഫസ് ചെയ്തു പാപം, എന്നിട്ട് അതോടൊപ്പം പറയാണ് എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. നിലവിളിച്ച് പറയാണ്, ലോർഡ് ക്ലെൻസ് മീ, മേക്ക് മീ പ്യൂർ അഗെയിൻ. പ്രത്യേകിച്ച് അതിനകത്തിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്, ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. ഈസോപ്പ് കൊണ്ട് ശുദ്ധീകരിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു യാഗത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലമുണ്ട്. പഴയ നിയമ യാഗങ്ങൾ കഴിക്കുമ്പോൾ ഈ രക്തം തളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈസോപ്പ്. അപ്പൊ അത് പറയുന്നത് തന്നെ ചില അതിന്റെ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്, ദാവീദിന് മനസ്സിലായി തന്റെ പാപത്തിൽ നിന്ന് ഒരു മോചനം, ഒരു കഴുകൽ സാധ്യമാകുന്നത് ഒരു യാഗത്തിലൂടെ മാത്രമാണ്. അവിടെ നമുക്ക് സത്യത്തിൽ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലേക്ക് ഇതിനെ ചിന്തിക്കുമ്പോൾ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറയുമ്പോൾ ഈ സോപ്പിൽ കൂടെ രക്തമാണ് തളിക്കുന്നത് ശുദ്ധീകരണത്തിന് വേണ്ടി. സകല മനുഷ്യരുടെയും പാപത്തെ ചുമന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. എത്ര മലിനപ്പെട്ടു പോയ ജീവിതങ്ങളെയും കഴുകി ശുദ്ധീകരിക്കാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ഈ പ്രാർത്ഥനയിൽ സത്യത്തിൽ നമ്മൾ കാണുന്നത് എന്താ അറിയോ? ഡേവിഡ് ഈസ് ഫീലിംഗ് ഡേർട്ടി ബിഫോർ ഗോഡ്. പാപം ചെയ്തിട്ട് ദാവീദിന് ഇപ്പോൾ അയ്യോ ഞാൻ അശുദ്ധനാണ് എന്ന് തോന്നി അങ്ങ് അസ്വസ്ഥനാകുക. പ്രത്യേകിച്ചും അങ്ങനെയുള്ള വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിച്ചപ്പോൾ പല വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 1-ാമത്തെ വാക്യം മുതൽ തന്നെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, നന്നായി കഴുകണമേ, അകൃത്യങ്ങളെ മായ്ക്കണമേ, ഈസോപ്പ് കൊണ്ട് ശുദ്ധീകരിക്കണമേ, പാപങ്ങൾ കാണാതെ വണ്ണം മുഖം മറയ്ക്കണം എന്ന് പറഞ്ഞ് ഹീസ് ഡെസ്പറേറ്റ്. കർത്താവേ, ഡോണ്ട് ലുക്ക് അറ്റ് മീ, എന്റെ പാപത്തെ കാണാതെ അങ്ങയുടെ മുഖം മറയ്ക്കണമേ. ആവർത്തിച്ച് പറയാം. ഈ 9 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇന്ന് എടുത്ത വാക്യത്തിലേക്ക് വരുന്നത്, 10-ാമത്തെ വാക്യം. ഇത് പറയുമ്പോ ഈ കഴുകണമേ മായിക്കണമെന്നൊക്കെ പറഞ്ഞ ദാവീദിന് മനസ്സിലായ ഒരു സത്യമുണ്ട്. വാഷിംഗ് ദ ഹാർട്ട് ഈസ് നോട്ട് ഇനഫ്. ശുദ്ധീകരിക്കുന്നതും പാപം എന്നെ മായിച്ചത് മാത്രം പോരാ. ദാവീദ് പറയുന്നത്, കർത്താവ്, ഈ പാപം എന്നിൽ കടന്നു വരാൻ കാരണമായ ഒരു ഹൃദയമുണ്ട്, ആ ഹൃദയത്തെ തന്നെ ഒന്ന് നിർമ്മലമാക്കണം. അതാണ് 10-ാമത്തെ വാക്യം. അതാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. 9-ാമത്തെ വാക്യം വരെ ദൈവത്തിന്റെ കരുണയെ പറ്റി താൻ പറഞ്ഞു, ദൈവത്തിന്റെ മനസ്സലിവ് ചോദിച്ചു, കൺഫസ് ചെയ്തു, കഴുകണമേ എന്ന് അപേക്ഷിച്ചു. എന്നിട്ട് താൻ പറയാണ്, ലോർഡ് ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്നുള്ളൊരു. ഇത് പറയുമ്പോൾ നമുക്ക് 2 നിലയിൽ ഇതിനെ കാണാം. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയിലേക്ക് തന്നെ വരാം, സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഇത് പറയുമ്പോൾ 2 നിലയിൽ ഇതിനെ കാണാം. ഒന്ന്, യെസ്, ഇത് മാനസാന്തരത്തിന്റെ ഒരു മോഡല് പറയുകയാണ്. സുവിശേഷത്തിന്റെ കേൾവിയിൽ ഒരാൾ മാനസാന്തരപ്പെടുന്നത് എങ്ങനെയാണ് നമുക്കത് ഇവിടെ കാണാം. ഈ പറഞ്ഞതുപോലെ പാപം തിരിച്ചറിയുക, ഏറ്റുപറയുക, അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക, അതിലൂടെയാണ് ഇത് നടക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, റിപ്പന്റൻസ് എന്ന് പറയുമ്പോൾ റിപ്പന്റൻസ് ഈസ് നോട്ട് ജസ്റ്റ് വൺ ടൈം ഈവന്റ്. ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാനസാന്തരത്തെ കാണില്ല. അതിനപ്പുറത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒരു റിന്യൂവൽ ആവശ്യമാണ്. ഓരോ ദിവസവും ഒരു റിന്യൂവൽ ആവശ്യമാണ്. ഞാൻ പറയാം, ദാവീദിനെ പറ്റി പറയുമ്പോൾ, ദാവീദ് രാജാവാണ്, ഈസ് എ വർഷിപ്പർ, ആരാധന നയിക്കുന്ന ആളാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കരയുന്നത്, എൻ്റെ ഉള്ളിൽ ഒരു നിർമ്മലമായ ഒരു ഹൃദയത്തെ സൃഷ്ടിക്കണം എന്ന് പറയുമ്പോൾ, വാട്ട് ഈസ് റിപ്പന്റൻസ്? റിപ്പന്റൻസ് ഓഫ് കോഴ്സ് ഈസ് ഒരു തവണ ജീവിതത്തിൽ സംഭവിക്കണം. ഒരു തവണ ശരിയായിട്ട് മാനസാന്തരം നടന്നാൽ അതിന്റെ ഫലമായിട്ട് അനുദിനം മാനസാന്തരം ജീവിതത്തിൽ നടക്കണം. ഓരോ ദിവസവും വി റിട്ടേൺ ടു ഗോഡ്. ഓരോ ദിവസം നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്ന് ശുദ്ധീകരണത്തിനു വേണ്ടി
റിന്യൂവലിന് വേണ്ടി, നമ്മുടെ ഹൃദയത്തെ കഴുകാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം എന്താ? ബിക്കോസ് നമ്മൾ ഈ ജഡത്തിൽ വസിക്കുമ്പോൾ, പാപം നിറഞ്ഞ ലോകത്തിൽ ജഡത്തിൽ വസിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ പാപത്തിന്റെ സ്വഭാവങ്ങൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ കടന്നു വരാം. അതിനെ ജയിക്കാൻ ഓരോ ദിവസവും ഈ മാനസാന്തരത്തിന്റെ പാതയിൽ നടക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരാള് വിശുദ്ധനാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ലാത്തൊരു വ്യക്തിയല്ല, മറിച്ച് എല്ലാ ദിവസവും ആഴത്തിൽ മാനസാന്തരപ്പെടുന്നതാണ് ഒരു വിശുദ്ധന്റെ ലക്ഷണം. The mark of a true believer is not that he doesn't have to repent, rather it is that he repents daily and deeply. The mature we become as Christian, ക്രിസ്തീയ ജീവിതത്തിൽ പക്വതയിലേക്ക് നമ്മൾ നടക്കുമ്പോൾ, we become more sensitive to sin. പാപത്തോട് നമ്മൾ കുറച്ചും കൂടെ അലേർട്ടായി തീരും. The closer we get to God, ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ, the clearer we see our own sin. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ആരോടും ഒന്നുമില്ല, ഞാൻ അങ്ങ് സ്വർഗത്തിലാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തിൽ നിന്ന് ദൂരെയാണ്. The more closer we get to God, the more clearer we see our sinfulness and we repent daily. നമുക്ക് പെട്ടെന്ന് ആ വായിച്ച ആ പ്രാർത്ഥനയിലേക്ക് വന്ന് എന്റെ വാക്കുകളെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ആ പ്രാർത്ഥന 3 വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. വാട്ട് ഈസ് എ കണ്ടന്റ് ഓഫ് ദ ക്രൈ? ഈ കരച്ചിലിന്റെ, ഈ സങ്കീർത്തനത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ ഭാഗമാണ് 10, 11, 12. ഞാൻ പറഞ്ഞത് ഒരു പുതുക്കത്തിന് വേണ്ടിയുള്ള ഒരു നിലവിളിയാണ്. എന്തുവാണ് താൻ പ്രാർത്ഥിക്കുന്നത്? 3 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. 3 കാര്യങ്ങൾ. ആദ്യത്തേത് അതിന്റെ 10ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ആ ക്രൈ ഓഫ് റിന്യൂവലിന്റെ ആദ്യത്തെ ഭാഗം 10ാമത്തെ വാക്യം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഒന്നാമതായിട്ട് വി സീ എ റിന്യൂഡ് ക്രിയേഷൻ. ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കണമെന്നാണ് ഈ പ്രാർത്ഥനയിൽ തന്നെ അപേക്ഷിക്കുന്നത്. ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കണം. ഞാൻ ആ ഹൃദയം എന്നുള്ള ഭാഗത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. എബ്രായ ചിന്തയിൽ ഹൃദയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ഹോൾ ഇന്നർ സെൽഫ് ഓഫ് എ പേഴ്സൺ. തന്റെ മനസ്സ്, ചിന്ത, ദ മൈൻഡ്, ദ വിൽ, ദ ഡിസയേഴ്സ്, ദ റീസണിങ്, ഇതെല്ലാം ഹൃദയം എന്നുള്ള ആ ഒരു വാക്കിലാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ ദാവീദ് പറയുന്നത്, ഹി ഈസ് സേയിങ് ടു ദ ലോർഡ്, കർത്താവ് ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കണം. ഈ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്രിയേറ്റ് എന്നുള്ള വാക്കാണ്. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു എന്ന് വായിക്കുന്ന ഔട്ട് ഓഫ് നത്തിങ് ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ്, അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതേ സെയിം വാക്കാണ്, ബാറ എന്നുള്ളൊരു വാക്കാണ്. അവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ, ഇറ്റ് റെഫേഴ്സ് ടു എ ഡിവൈൻ ആക്ഷൻ. ദൈവത്തിന്റെ ഒരു സൃഷ്ടിപ്പ് നടക്കണം, പുതിയ ഒരു കാര്യം നടക്കണം. ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്തോ അറിയാമോ? David is actually asking God for a miracle. സൃഷ്ടിപ്പ് ഒരു അത്ഭുതമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ ദൈവം സൃഷ്ടിച്ചു. അതേപോലെ ഒരു സൃഷ്ടിപ്പ് നടക്കണമെന്ന് ദാവീദ് പറയും. ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കും. ദ സെയിം പവർ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ അതേ ശക്തി ദാവീദ് പറയാം, എന്റെ ഹൃദയത്തിൽ ഒന്ന് അയച്ച് എന്റെ ഹൃദയത്തെ ഒന്ന് പുതിയതാക്കണമേ. ക്രിയേറ്റ് എ ന്യൂ ഹാർട്ട് ഇൻ മീ എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ ഒരു ആ വാക്കുകളുടെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദാവീദ് പറയുന്നത്, ദൈവമേ, എന്റെ ഉള്ളിലുള്ള ആ പഴയതിനെ ഒന്ന് റെഡിയാക്കിയാൽ പോരാ. ഇറ്റ് ഇസ് നോട്ട് ടു റിപ്പയർ, അത് പോരാ. അങ്ങനെ ചെയ്താൽ വീണ്ടും പാപത്തിന്റെ സാധ്യതകളുണ്ട്. മറിച്ച് ആ പാപത്തിന്റെ ആ സോഴ്സ് എന്റെ ഹൃദയമാണ്. അത് തന്നെ ഒന്ന് മാറ്റി ഒരു പുതിയ സോഴ്സ്, ഒരു പുതിയ ഹൃദയമാക്കണമെന്നുള്ളൊരു ആഗ്രഹം. അന്നെങ്കിലേ പാപത്തെ ജയിക്കാൻ പറ്റത്തുള്ളൂ. സത്യത്തില് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ ഒരാള് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെ, കർത്താവിന്റെ ഭാഗത്ത് വരുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ്, ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ. ഒരു പുതിയ സൃഷ്ടിയാകുമെന്നല്ലേ പറയുന്നത്. ഇവിടെയും ദാവീദിന്റെ ആഗ്രഹം അതാണ്. ഈ റിന്യൂവലിന്റെ പ്രാർത്ഥനയിൽ താൻ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കണം.
പാപത്തെ താലോലിച്ചിരുന്ന, പാപത്തെ മറച്ചു പിടിച്ചിരുന്ന, പാപത്തെ എൻജോയ് ചെയ്തിരുന്ന ആ ഹൃദയത്തെ എടുത്തു മാറ്റിയിട്ട് കർത്താവെ എൻ്റെ ഹൃദയത്തെ തന്നെ മാറ്റണമേ, എൻ്റെ ഡിസൈറുകൾ മാറുന്ന, എൻ്റെ ആഗ്രഹങ്ങൾ മാറുന്ന നിലയിൽ ഒരു പുതിയ സൃഷ്ടിപ്പനിൽ സംഭവിക്കണം. എ ന്യൂ ക്രിയേഷൻ, എ റിന്യൂഡ് ക്രിയേഷൻ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. Psalms 51 verse 11. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. രണ്ടാമതായിട്ട് ആ റിന്യൂവലിന്റെ പ്രാർത്ഥനയിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ഹിസ് പ്രേയിങ് ഫോർ എ റിന്യൂഡ് റിലേഷൻഷിപ്പ്, ഒരു പുതിയ ബന്ധം ദൈവവുമായിട്ട് വേണമെന്ന് പ്രാർത്ഥിക്കും. ഈ 11-ാമത്തെ വാക്യം സത്യത്തിൽ ഒത്തിരി എക്സ്പ്ലനേഷൻസ് ആവശ്യമുള്ള ഒരു ഭാഗമാണ്. ഇച്ചിരി തിയോളജിക്കലി ചില ഡിബേറ്റുകളൊക്കെ നടക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ സമയമെടുക്കുന്നില്ല. പക്ഷെ ആ സന്ദേശം മാത്രം ഞാൻ പറയാം. ദാവീദിന്റെ രണ്ടാമത്തെ ആ പ്രാർത്ഥനയിലെ ആഗ്രഹം ഇതാണ്: കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് ഓടിപ്പോയി. ഐ റാൻ അവേ ഫ്രം ഗോഡ്. പാപത്തെ മറച്ച് ഞാൻ ദൈവത്തിൽ നിന്ന് ഓടിപ്പോയി. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് പാപത്തിൽ തുടർന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം നശിച്ചുപോയി. ഇവിടെ ഇപ്പോൾ പാപം ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ചിട്ട് ഹൃദയത്തിൽ ഒരു പുതിയ സൃഷ്ടിപ്പ് നടന്നിട്ട് താൻ ഇപ്പോ പറയാ, കർത്താവേ, ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നൗ ഐ റിയലൈസ് സംതിങ്. അങ്ങേ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതെന്ന് പറയുമ്പോൾ, കർത്താവേ, പണ്ട് എനിക്കിത് മനസ്സിലായില്ല, ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. ഐ നീഡ് യു മോർ ദാൻ എവർ. പണ്ടത്തെക്കാൾ അധികമായി എനിക്ക് അങ്ങേ ആവശ്യമാണ്. എന്റെ ബലഹീനത ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ഓർത്തത് ഞാൻ ഇതിലൊന്നും വീഴത്തില്ല, ഈ പ്രലോഭനത്തിലൊന്നും ഞാൻ വീഴത്തില്ലെന്നാ ചിന്തിച്ചു. പക്ഷെ എനിക്ക് ഇപ്പോൾ മനസ്സിലായി, ലോർഡ്, അങ്ങയുടെ ആത്മാവിന്റെ സഹായമില്ലാതെ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, അതല്ലേ സത്യത്തിൽ നമ്മുടെയും പ്രാർത്ഥനയാകേണ്ടത്. ഈ ദിവസത്തിൽ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, we need to pray for a renewal. എന്തിനുള്ള റിന്യൂവൽ? ഒരു പുതിയ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ ആഗ്രഹിച്ച് ദൈവത്തിന് ഇതമില്ലാത്ത എന്തെങ്കിലും ആഗ്രഹം എന്നിലുണ്ടെങ്കിൽ ആ ആഗ്രഹം പോലും വരാത്ത നിലയിൽ ഒരു പുതിയ ഹൃദയം എന്നിൽ തന്നിട്ട് അതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ്, ഒരു പുതിയ ബന്ധം. ഇതെന്താണ്? ദൈവസന്നിധി, ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്നുള്ള ഒരു വാസം. ഇന്ന് ദിവസം തുടങ്ങുമ്പോൾ let that be our prayer. കർത്താവേ, if you are not with me, if your spirit is not in me, there are chances that I may fall in temptation. പ്രലോഭനങ്ങളിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. ഓരോ നിമിഷവും, ഓരോ ദിവസവും കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ സഹായം, ആത്മാവിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. അവിടുത്തെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അവിടുത്തെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. It is actually the cry of a person who knows the weakness of his own nature. തന്റെ ബലഹീനത തിരിച്ചറിഞ്ഞു, താൻ നേരിടുന്ന പ്രലോഭനത്തിന്റെ ശക്തി താൻ തിരിച്ചറിഞ്ഞു. അതിലുപരി താനിപ്പോ പറയുന്നത്, എനിക്ക് ദൈവത്തിന്റെ ശക്തിയില്ലാതെ, വിത്തൗട്ട് എ ഡിവൈൻ ഹെൽപ്പർ ഐ കനോട്ട്. അതല്ലേ പുതിയ നിയമത്തിലും കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിന്റെ എന്നുമുള്ള കൂട്ടായ്മ, നിരന്തരമായി മുറിഞ്ഞു പോകാത്ത, ആത്മാവിനെ ദുഃഖിപ്പിക്കാത്ത, ആത്മാവിന്റെ ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള ഒരു ജീവിതമാകട്ടെ നമ്മളുടെയും ആഗ്രഹം. ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് അബൌട്ട് എ റിന്യൂഡ് റിലേഷൻഷിപ്പ്. ദൈവവുമായിട്ട്, ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ഒരു ബന്ധത്തെ പറ്റി പറയാം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, ഇറ്റ് ഈസ് അബൌട്ട് എ റിന്യൂഡ് ജോയ്. 12-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കോ. 12-ാമത്തെ വാക്യം, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. പുതിയ ഒരു സന്തോഷത്തെ പറ്റി പറയാം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. ഒരു പുതുക്കം സന്തോഷത്തിൽ വേണം. ഇത് ദാവീദ് പറയുമ്പോഴും നമ്മൾ രണ്ടു ഭാഗം ചിന്തിച്ചപ്പോഴും പറഞ്ഞതുപോലെ ആ പശ്ചാത്തലവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കണം. പാപം തന്നെ പ്രലോഭിപ്പിച്ചപ്പോൾ, സിൻ ടെംപ്റ്റ്സ് ബൈ പ്രോമിസിങ് ഹാപ്പിനെസ്, സന്തോഷം നൽകുമെന്നാണ് പാപവും പറയുന്നത്. ദാവീദ് ഓർത്തത്,
ഈ സ്ത്രീയെ ലഭിക്കുന്നതിലൂടെ തനിക്ക് സന്തോഷം ഉണ്ടാകുമെന്ന്. ദാവീദ് ഓർത്തത് ഈ പാപം ആരും അറിയാതെ മറച്ചു വെക്കുന്നതിലൂടെ, ഈ പാപത്തെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിലൂടെ തനിക്ക് സന്തോഷം ഉണ്ടാകുമെന്ന്. ആരും അറിഞ്ഞിട്ടില്ല, ഇറ്റ് ഈസ് ഓൾ ഓക്കെ. പക്ഷെങ്കിൽ താൻ മനസ്സിലാക്കി, പാപം സന്തോഷമല്ല നൽകുന്നത്. പാപം നൽകുന്ന സന്തോഷം താൽക്കാലികമാണ്. പാപം നൽകുന്ന സന്തോഷം താൽക്കാലികമായ ഒരു ആനന്ദം മാത്രമാണ്, അത് മാറിപ്പോകും. ദാവീദിന് അത് തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദ് പറയാ, കർത്താവേ, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ലോർഡ്, ഇൻ യുവർ പ്രസൻസ് ദർ ഇസ് ഫുൾനെസ് ഓഫ് ജോയ്. സന്തോഷത്തിന്റെ പരിപൂർണത അങ്ങയുടെ സന്നിധിയിൽ മാത്രമാണ്. ഇഹലോകത്തിന്റെ താൽക്കാലികമായ സുഖങ്ങൾ പാപം ഓഫർ ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറത്തുള്ള എ ഗ്രേറ്റർ ജോയ്, അങ്ങയുടെ സന്നിധിയിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണം. എ റിന്യൂഡ് ജോയ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. മൂന്നാമതായിട്ട് താൻ പറയുന്നത് എ റിന്യൂഡ് ജോയ്, ഒരു പുതിയ സന്തോഷത്തെ പറ്റി പറയും. ഈ റിന്യൂവലിന്റെ പ്രാർത്ഥനയുടെ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഒന്ന്, എ റിന്യൂഡ് ക്രിയേഷൻ, പുതിയൊരു സൃഷ്ടിയാകുക. പുതിയ ഒരു ബന്ധം, റിന്യൂഡ് റിലേഷൻഷിപ്പ്, നഷ്ടപ്പെട്ടു പോയ ബന്ധം. 3, റിന്യൂഡ് ജോയ്. അവസാനമായിട്ട് നമ്മൾ ആ സങ്കീർത്തനത്തിന്റെ 13 മുതലുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ റിന്യൂവലിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഒരു പുതുക്കം സംഭവിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ റിന്യൂവൽ? വാട്ട് ഈസ് ദി ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ദ റിന്യൂവൽ? അതാണ് നമ്മൾ 13 മുതലുള്ള വാക്യത്തിൽ കാണുന്നത്. അത് ഈ സങ്കീർത്തനത്തിൽ തന്നെ സത്യത്തിൽ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ മൂവ്മെന്റ്സ്. ആദ്യമെല്ലാം പറഞ്ഞത് പേഴ്സണൽ റിസ്റ്റോറേഷനെ പറ്റിയാണ്. എന്നെ ശുദ്ധീകരിക്കണം, എന്നെ കഴുകണമേ, എന്നെ പുതുതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു റിസൾട്ട് എന്ന വണ്ണം ചില കാര്യങ്ങളാണ് അവസാനത്തെ ഭാഗങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കി നമുക്ക് ഈ ധ്യാനം അവസാനിപ്പിക്കാം. 13-ാമത്തെ വാക്യം ഒന്ന് നോക്കിയ. 13-ാമത്തെ വാക്യം, Psalms 51 verse 13. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കലേക്ക് മനം തിരിയും. കേൾക്കണേ, ഒന്നാമതായിട്ട് കാണുന്നത് സാക്ഷിയാകും, വിറ്റ്നസിങ്, പർപ്പസ് ഓഫ് റിന്യൂവൽ. ആ 13-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ ശ്രദ്ധിച്ചാൽ മലയാളത്തിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ, അപ്പോൾ എന്ന് പറഞ്ഞാൽ 12-ാമത്തെ വാക്യം വരെ എന്തിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്? റിന്യൂവലിനെ പറ്റി പറഞ്ഞിരിക്കുക. അപ്പോൾ, ദെൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാ. ആഫ്റ്റർ ക്ലെൻസിങ്, ശുദ്ധീകരണം നടന്നതിന് ശേഷം, യഥാസ്ഥാപനം നടന്നതിന് ശേഷം, ഒരു പുതുക്കം സംഭവിച്ചതിന് ശേഷം ദാവീദ് പറയാ, ആ റിന്യൂവൽ എന്നിൽ നടന്നാൽ ഐ വിൽ ടീച്ച് യുവർ വേസ്, നിന്റെ വഴികളെ ഞാൻ ഉപദേശിക്കും. അതിന്റെ കൂട്ടത്തിൽ പറയാ, പാപികൾ നിങ്കലേക്ക് മനം തിരിയും. അതിന്റെ അർത്ഥം, ഞാന് ഈ പാപത്തിൽ നിന്ന് ഞാൻ രക്ഷ കരസ്ഥമാക്കി, പാപമോചനം നേടി, ഒരു പുതിയ സൃഷ്ടിയായി, പുതിയ സന്തോഷം പ്രാപിച്ച്, പുതിയ ബന്ധത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കിരിക്കുമെന്നല്ല, ഐ വിൽ വിറ്റ്നസ്. ഒരു വിറ്റ്നസിങ്ങിന് വേണ്ടി ഞാൻ ഇറങ്ങും. ഞാൻ അനേകർക്ക് എന്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി തീരുകയാണ്. എന്റെ അർത്ഥം എന്താ? പുതിയ സൃഷ്ടി ഒരാളായാൽ ഹി കനോട്ട് കീപ് സൈലന്റ്. അനേകരോട് പറയാണ്, അനേക പാപികളോട് പറയാണ്, there is forgiveness, ക്ഷമയ്ക്ക് വഴിയുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാൻ അനേകരോട് സാക്ഷ്യം പറയുക. നമ്മളോട് കർത്താവ് പറഞ്ഞതാണ്, നമ്മളുടെ പാപത്തെ കർത്താവ് മോചിച്ചു തന്നെങ്കിൽ, നമ്മളോട് കർത്താവ് ക്ഷമിച്ച് ദൈവ മക്കളാക്കി നമ്മളെ തീർത്തെങ്കിൽ, നമ്മുടെ മേൽ there is a renewed witnessing that we must do. വിറ്റ്നസിങ്ങിനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് പാപക്ഷമയിലൂടെ, ഈ പുതുക്കത്തിലൂടെ വരേണ്ടത്. പർപ്പസ് ഓഫ് റിന്യൂവൽ ഈസ് വിറ്റ്നസിങ്. ഒന്ന് വിറ്റ്നസിങ്. രണ്ടാമതായിട്ട് കാണുന്നത് 14 മുതൽ 17 വായിക്കേണ്ട, അവിടെ നമ്മൾ കാണുന്നത് വർഷിപ്പിനോടുള്ള ബന്ധത്തിലാണ്. എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. 15-ാമത്തെ വാക്യം വന്ന് നോക്കിയ. 15-ാമത്തെ വാക്യം, കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. കണ്ടോ? എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. എന്തിനെ പറ്റിയാ പറയുന്നറിയോ? വർഷിപ്പിനെ പറ്റി പറയാ. ആരാധനയിൽ ദാവീദ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പുറമേയുള്ള പ്രകടനം മാത്രമാണ്, ഔട്ട്വേർഡ് റിച്വൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദാവീദ് അതിൽ മടുത്തുപോയി. അതിൽ ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. തനിക്ക് മനസ്സിലായി, കർത്താവ് അതിലൊന്നും ഇംപ്രസ്ഡ് ആകുന്നില്ല.
എന്റെ പെർഫോമൻസുകളിൽ, എന്റെ ആത്മീക ആക്ടിവിറ്റികളിലും പുറമെ ഞാൻ കാണിക്കുന്ന ഒന്നിനും ദൈവം ഇംപ്രസ് ആകുന്നില്ല. ഇത് മനസ്സിലാക്കിയപ്പോൾ താൻ ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ടതിന് ശേഷം ഒരു പുതുക്കം തന്നിൽ വന്നതിന് ശേഷം താൻ പറയാ, കർത്താവേ എന്റെ ആ നാവിനെ ഒന്ന് തുറക്കണമേ. ശരിക്കും ആ റിന്യൂവൽ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ വർഷിപ്പ് മീനിങ് ആകുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം ജസ്റ്റ് കൂട്ടത്തിൽ പാടി എന്നേ ഉള്ളൂ. പാടി, എല്ലാരും പാടിയപ്പോ നമ്മളും പാടി, എല്ലാരും കൈ പൊക്കിയപ്പോ നമ്മളും പൊക്കി. പക്ഷെ ഇത് നമ്മുടെ ഒരു റിയാലിറ്റി ആകുന്നത് നമ്മൾ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാ. പാപക്ഷമ അനുഭവിച്ചു കഴിയുമ്പോൾ, ദൈവം നമ്മുടെ ഉള്ളത്തെ രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ സൃഷ്ടിപ്പ് നടന്നു കഴിയുമ്പോൾ, ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക്, ഒരു പുതിയ ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴാണ് ആരാധനയിൽ ആ സന്തോഷം വെളിപ്പെട്ടു വരുന്നത്. അപ്പൊ രണ്ടാമതായിട്ട് വർഷിപ്പിനോടുള്ള ബന്ധത്തിൽ റിന്യൂവഡ് വർഷിപ്പ്, പുതിയൊരു ആരാധനയുടെ രീതിയിലേക്ക് തന്നെ വരിക. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അതിന് 18-19 വാക്യമാണ്. അത് വായിക്കണ്ട. അവിടെ നമ്മൾ കാണുന്നത് ഈ കമ്മ്യൂണിറ്റിയോടുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞാല്, ദാവീദ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ പാപം, എന്റെ ലംഘനങ്ങൾ, എന്റെ തെറ്റുകൾ, ഇങ്ങനെ സ്വയം തന്റെ ജീവിതത്തിലെ സംഭവങ്ങളെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ദാവീദ് അവസാനത്തിലേക്ക് വരുമ്പോൾ യുവർ പീപ്പിൾ, പ്രാർത്ഥന മാറിയിട്ട് ജെറുസലേമിന് വേണ്ടി, സിയോന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ അവസാനത്തെ വാക്യങ്ങളിൽ കാണുന്നത്. അവിടുത്തെ ആശയം ഇതാണ്: വ്യക്തിപരമായ ജീവിതത്തിലെ പാപം പബ്ലിക് ജീവിതത്തെയും ബാധിക്കുമെന്നാണ് അവിടുത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാല് എ കോംപ്രമൈസ്ഡ് ഫാദർ എന്ന് പറഞ്ഞാൽ, ഒരപ്പൻ തന്റെ ജീവിതം ഒരു ഹിപ്പോക്രസി ആയിട്ടാണ് ജീവിക്കുന്നെങ്കിൽ, പാപത്തെ മറച്ചു പിടിച്ച് ആത്മീയത അഭിനയിക്കുക മാത്രമാണെങ്കിൽ, ദാറ്റ് വിൽ അഫക്ട് ഹിസ് ഫാമിലി. ഇഫ് ദ പാസ്റ്റർ ഈസ് ഡൂയിങ് ദാറ്റ്, ദാറ്റ് വിൽ അഫക്ട് ദ ചർച്ച്. ഇഫ് ദ ബിലീവർ ഈസ് ഇൻ ഹിഡൻ സിൻ, ദാറ്റ് വിൽ അഫക്ട് ഹിസ് സ്പിരിച്വൽ കമ്മ്യൂണിറ്റി. അതാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ അവസാനത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. ദാവീദ് രാജാവാണ്. ദാവീദ് പറയാ, രാജാവ് പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു, എന്നെ പുതുക്കണമേ. രാജാവിനൊരു റിന്യൂവൽ സംഭവിക്കുമ്പോൾ ആ രാജ്യം യഥാസ്ഥാനപ്പെടും. അപ്പനൊരു പുതുക്കമുണ്ടെങ്കിൽ, അപ്പൻ രക്ഷയുടെ സന്തോഷത്തിലാണെങ്കിൽ, അപ്പൻ പുതിയ സൃഷ്ടിയായിട്ടാണ് ജീവിക്കുന്നെങ്കിൽ, ആ കുടുംബത്തിൽ ആത്മീയത ഉറച്ചു നിൽക്കും. പാസ്റ്ററിന്റെ ആത്മീയത ശരിയാണെങ്കിൽ സഭ ആത്മീയതത്തിൽ മുന്നേറും. വിശ്വാസികളും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ കറപ്റ്റഡ് ആയി പോകും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ആ 51-ാമത്തെ അധ്യായത്തിന്റെ 10, 11, 12 വാക്യം ഒന്നും കൂടെ നമുക്ക് വായിച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കാം. 10, 11, 12 വാക്യം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഒരു പുതുക്കത്തിന് വേണ്ടിയുള്ള ഒരു കരച്ചിലാണ്. പുതിയ സൃഷ്ടിയാകുക. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം കർത്താവ് നമുക്ക് നൽകട്ടെ. പാപത്തെ വെറുത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവുമായിട്ടൊരു ബന്ധം, ആത്മാവിന്റെ സഹായം കൂടാതെ പറ്റത്തില്ല എന്നുള്ള ഒരു കൺഫെഷൻ. ലോർഡ്, വി നീഡ് യു മോർ. ആ സന്തോഷത്തിൽ, കർത്താവിന്റെ സന്നിധിയിലുള്ള സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണം. ഈ കരച്ചിൽ, ഈ നിലവിളി, ഈ പ്രാർത്ഥന ദാവീദിന്റെ മാത്രമായി പഴയ നിയമത്തിൽ മാത്രം തീരുന്ന ഒരു കാര്യമല്ല. പുതിയ നിയമ പുസ്തകങ്ങൾ വായിച്ചാലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണാം. ദ സെയിം കോൾ ഫോർ പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, ഹൃദയത്തിലെ വിശുദ്ധിക്ക് വേണ്ടി പുതിയ നിയമത്തിലും അനേക വാക്യങ്ങൾ, ഞാനതിങ്ങനെ ഒന്ന് കുറിച്ചപ്പോൾ ഒത്തിരി വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കർത്താവ് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ പറഞ്ഞ, ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയത്തിൽ നിന്നല്ലോ സകല ഈവിൾ, എല്ലാ ദുഷ്ടതയും ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് ഹൃദയത്തെ ശുദ്ധീകരിക്കണമെന്ന് യേശു പഠിപ്പിക്കുന്നില്ല. യാക്കോബ് തന്റെ ലേഖനത്തിൽ പറഞ്ഞത്, പ്യൂരിഫൈ യുവർ ഹാർട്ട്സ്. എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, ഡ്രോ നിയർ ടു ഗോഡ്, ദൈവത്തിന്റെ അടുക്കിലേക്ക് വരിക. എങ്ങനെ? വിത്ത് എ ട്രൂ ഹാർട്ട്, സത്യസന്ധമായ വ്യാജമൊന്നുമില്ലാത്ത
ഒരു ക്ലീൻ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുക്കണം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ദാവീദിന്റെ പ്രാർത്ഥനയാണ്. യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിലും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിലെല്ലാം സന്ദേശം ക്ലിയർ ആണ്. ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് അറ്റ് ദി ഔട്ട്വേർഡ് റിലീജിയൻ. പുറമേ ഞാൻ കാണിക്കുന്ന ആത്മീയതയിലല്ല കർത്താവ് നോക്കുന്നത്. ഹി ഈസ് ലുക്കിംഗ് അറ്റ് മൈ ഹാർട്ട്. ഇന്ന് രാവിലെ നമ്മളിത് ധ്യാനിക്കുമ്പോഴും പ്രസംഗിക്കുന്ന പ്രസംഗിയുടെ ഹൃദയത്തെ കർത്താവ് തൂക്കി നോക്കുന്നു. കേൾക്കുന്നവർ എത്ര പേര് വന്നല്ലോ, ജോയിൻ ചെയ്തവർക്ക് എല്ലാവർക്കും അറ്റൻഡൻസ് കൊടുക്കും ടീച്ചർ. അതേപോലെ അല്ല കർത്താവ് ചെയ്യുന്നത്. കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹവും പ്രാർത്ഥനയും നിലവിളിയും ഇത് തന്നെ ആകട്ടെ. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിൽ ഇന്നലേക്കാൾ ഇന്ന് വിശുദ്ധിയിൽ മുന്നേറാനുള്ള ഒരു സമർപ്പണം അത് നമുക്കുണ്ടാകട്ടെ. ലോർഡ്, ക്രിയേറ്റ് in me a clean heart, O God, and renew right spirit within me. കർത്താവേ, എന്റെ ഹൃദയത്തിൽ അപ്രകാരം ഒരു പുതിയ സൃഷ്ടിപ്പ് ചെയ്യണമേ. കർത്താവേ, എന്റെ ഹൃദയത്തിൽ പഴയ ആത്മീക സന്തോഷം ഇല്ലാതെ പോയിരിക്കുന്നു. പലതിനെയും താലോലിച്ച് പലതും കോംപ്രമൈസ് ചെയ്തപ്പോൾ ആദ്യമുണ്ടായിരുന്ന ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അതൊന്ന് തിരികെ തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവവുമായിട്ട് പണ്ടുണ്ടായിരുന്ന പോലത്തെ ഒരു ഊഷ്മളമായ ബന്ധമില്ലെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, അനുതാപത്തോടെ ഓണസ്റ്റ് ആയിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ, ആ സന്തോഷത്തെ തിരികെ നൽകുന്ന, ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചു നൽകുന്ന, ആ ആത്മാവിന്റെ കൂട്ടായ്മയെ തിരിച്ചു നൽകാൻ ഇന്ന് പ്രഭാതത്തിലും കർത്താവ് ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതം അനേകർക്ക് സാക്ഷ്യമായി തീരുന്നത്. അവിടെയാണ് അനേകർ നമ്മുടെ ജീവിതത്തെ നോക്കി ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. നമ്മളുടെ ആത്മീക ജീവിതം അനേകരെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരട്ടെ. അവിടെയാണ് നമ്മുടെ ആരാധന പുറമേയുള്ള ചടങ്ങുകളല്ല, മടുത്തു പോകുന്ന ആരാധന രീതികളല്ല, മറിച്ച് ഹൃദയത്തിന്റെ അകത്തുണ്ടാകുന്ന സന്തോഷത്തിന്റെ പ്രകടനമായിട്ട് നമ്മുടെ പാട്ട് തീരുകയാണ്. ഹൃദയത്തിലുള്ള സന്തോഷത്തിന്റെ പുറത്തേക്കുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമ്മുടെ സ്തുതിയും സ്തോത്രവും മാറുന്ന നിലയിൽ കർത്താവിന്റെ ഒരു ശുദ്ധീകരണവും ഒരു ദൈവത്തിന്റെ സൃഷ്ടിപ്പും ഒരു ആത്മീക റിന്യൂവൽ ഇന്ന് പ്രഭാതത്തിലും കർത്താവ് എൻ്റെ ജീവിതത്തിൽ, നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുവാൻ നമുക്ക് ഇതേ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം ദാവീദിനോട് ചേർന്ന്. ഓ ലോർഡ്, ക്രിയേറ്റ് ഇൻ മീ എ ന്യൂ ഹാർട്ട് ആൻഡ് റിന്യൂ ദ സ്പിരിറ്റ് വിത്തിൻ മീ. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ജീവന്റെ പുതുക്കത്തിൽ നടപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്.